ഹൗസ് ഓണറെ ഏൽപ്പിക്കണം. ശരി സാർ. വിവരങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. വാ. എല്ലാ ബാഗും എടുത്ത് ഡിക്കിയിൽ വെച്ചോ. രത്നമേ പൊണ്ണിങ്ങളുടെ ഫ്രണ്ടിലിരുന്ന. ഞാനിരുന്നോളാം അച്ഛൻ മുമ്പി. നീ ബാക്കിലിരുന്നാ മതി. അവനല്ലേടി ഇളയ കുട്ടി? ആ പേരും പറഞ്ഞു അവൻ എപ്പോഴും മുമ്പിൽ കയറി നിൽക്കുന്നേ. എനിക്ക് എപ്പോഴും 2ാം സ്ഥാനം. എറണാകുളത്ത് ചെല്ലുമ്പോ നിനക്ക് 1ാം സ്ഥാനം തന്നേക്കാം. ഞങ്ങളല്ലേ ഇറങ്ങി കഴിയുമ്പോ നീ മുമ്പിൽ കയറിയിരുന്നു. കാറിൽ നിന്ന് പിന്നെ ഇറങ്ങണ്ട. നീ പോടാ കൊരങ്ങ. നീ പൊടി കറങ്ങി. ഇതെങ്ങൾ റോഡിലോട്ട് ഇറങ്ങിയാലും മഴ കാണല്ലോ എന്റെ ഈശ്വര. ആ മതി മതി. കാറിലോട്ട് കയറുന്നുണ്ടോ? പോണ്ടേ? പോവാ പൊണ്ണി. ഹായ് ഹായ്. നീ എന്താടാ ഇവിടെ? ഞാൻ കുമരകം വരെ പോയിട്ട് വരുവാ. ആ നീയോ? ഞാനിവിടെ അടുത്തൊരു വർക്ക്ഷോപ്പിൽ പോയതാ. ബൈക്കിന്റെ ക്ലച്ച് കേബിൾ പൊട്ടിയായിരുന്നു. കുമരകത്ത് എന്താ നിനക്ക്? ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ. നിന്നെ ഈടായിട്ട് കാണാറില്ലല്ലോ. കരിക്കടിക്കുന്ന വരണോ? വേണ്ടടാ, ഞാൻ ഇത്തിരി മുമ്പാ കുടിച്ചത്. കൂടെ പൊറോട്ടയും ചിക്കൻ ഫ്രൈയും. പോട്ടടാ. ശരിയടാ. നിന്നോടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചായിരുന്നല്ലോ. കിട്ടിപ്പോയി. എന്താടാ? നിന്റെ പെണ്ണില്ലേ ജാനിക്കുട്ടി, ഞാൻ കഴിഞ്ഞ ദിവസം അവളുടെ വീടിനടുത്തൂടെ പോയിട്ടുണ്ടായിരുന്നു. ആ എന്നിട്ട് നീ കണ്ടോ അവളെ? ഓ എന്തൊരു ആങ്സൈറ്റി. അവൾ +2 കഴിഞ്ഞല്ലോ. അതോടെ കാണാനുള്ള വഴികളൊക്കെ ഇല്ലാണ്ടായി. അവളുടെ വീട്ടിലേക്കുള്ള വഴി അറിയില്ലേ? നീ കാര്യം പറ. ആ വീടിന്റെ പോർച്ചിൽ വേറൊരു കാറാ കിടക്കുന്നുണ്ടത്. അപ്പൊ ഞാനൊന്ന് ശ്രദ്ധിച്ചു. പറയടാ. വീടിന്റെ സിറ്റൗട്ടിലും മുറ്റത്തുമൊക്കെ വേറെ ചില ആളുകൾ. ഇതിനു മുമ്പ് നമ്മൾ കണ്ടിട്ടില്ലാത്ത 2-3 കുട്ടികളും പ്രായം ചെന്ന് നല്ലപോലെ നരച്ച ഒരു സ്ത്രീയും ഒക്കെ. റിലേറ്റീവ്സ് ആരെങ്കിലും ആയിരിക്കും. ലക്ഷണം കണ്ടിട്ട് എനിക്ക് അങ്ങനെയല്ല തോന്നിയത്. നീ ഈടായിട്ടൊന്നും വിളിക്കാറില്ലേ? 2 ദിവസം മുമ്പ് വിളിച്ചു. അപ്പോൾ ആ നമ്പർ നിലവിലില്ലെന്നായിരുന്നു മറുപടി. അത് പിന്നെ നമ്മുടെ BSNL സ്ഥിരം ഡയലോഗ് അല്ലേ. ഇപ്പോൾ ഒന്ന് വിളിച്ചു നോക്ക്. മൊബൈൽ ഇല്ലേ നിൻ്റെ കയ്യിൽ? എനിക്ക് അങ്ങോട്ട് വിളിക്കാൻ ഒരു ചളുപ്പാ. ആ ടീച്ചർ ഫോൺ എടുത്താൽ നമ്മൾ ഇറിറ്റേറ്റ് ചെയ്യും. കിട്ടുന്നില്ലടാ. ഈ നമ്പറിലേക്കുള്ള സേവനം താൽക്കാലികമായി നിർത്തിവെച്ചിരിക്കുകയാണെന്ന്. നീ ഒരു കാര്യം ചെയ്യ്, അവിടെ പോയി ഒന്ന് അന്വേഷിക്കേ. ചിലപ്പോൾ നീ പറഞ്ഞ പോലെ അവരുടെ വല്ല റിലേറ്റീവ്സും ആയിരിക്കും. ശരിയടാ. ആ പോട്ടടാ.
ഓക്കേടാ. ആരാ മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായില്ല. രത്നമ്മ ടീച്ചറിന്റെ റിലേറ്റീവ് ആണോ? അല്ല, ഞങ്ങളിവിടെ പുതിയ താമസക്കാരാണ്. ഇവിടെ താമസിച്ചിരുന്നവരൊക്കെ? അവരിവിടുന്ന് താമസം മാറിപ്പോയല്ലോ. ഞങ്ങളിവിടെ വന്നിട്ട് 4 ദിവസമായി. അവരെങ്ങോട്ടാ പോയെന്നറിയോ? ഇല്ല, ഞങ്ങൾ അവരോടല്ലല്ലോ വീട് വാങ്ങിയത്, ഹൗസ് ഓണറോടല്ലേ. അവർ വല്ല പൈസയും തരാനുണ്ടായിരിക്കും അല്ലേ? ഏയ് ഇല്ല. ശരി, വരട്ടെ. ആ, കൈ കറക്കേറി, കൈമുട്ട് വളക്കരുത്. കൈമുട്ട് വളയ്ക്കാൻ പറ്റുമോ? ഞാൻ മടക്കുക ചെയ്തേ. ആ, കൈ മടക്കരുതെന്ന് ഞാൻ പറഞ്ഞത്. മടക്കയിലെന്താ കുഴപ്പം? നീ ക്രിക്കറ്റ് കളി കണ്ടിട്ടില്ലേ ടിവിയില്? അവര് കൈ വളച്ചാണ് അറിയുന്നേ. ദേ പിന്നെയും വളച്ചെന്ന്. സോറി, കൈ മടക്കാണ് അറിയുന്നേ. അവർക്കേ ഇഷ്ടം പോലെ പൈസ കിട്ടുന്നുണ്ട്. നീ എനിക്ക് വല്ലതും തരുന്നുണ്ടോ? ഇല്ല. പിന്നെ ഞാൻ എന്തിനാ ബുദ്ധിമുട്ടി കൈ കറക്കി എറിയുന്നേ? ഞാൻ അറിയാതെ പറഞ്ഞതാണ്, ക്ഷമിച്ചേക്കണേ. നിന്റെ ഇഷ്ടം പോലെ അറിഞ്ഞു. അച്ഛാ, നമുക്ക് ക്രിക്കറ്റ് കളിക്കോ? നിങ്ങൾ കളിക്ക്. അവൾക്കൊന്നും അറിയത്തില്ല അച്ഛാ. അച്ഛൻ എന്തു പറ്റി? ദേഷ്യം പോലെ. ആ, നീ മടലെടുത്ത് വെക്കും, ഞാൻ എറിയാം.